നമസ്കാരം, ന്യൂസ് ആൻഡ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ISIS സ്വാധീന മേഖലകളിൽ വ്യോമാക്രമണം ശക്തം. 3 പട്ടണങ്ങൾ അമേരിക്കയുടെ സഹായത്തോടെ കുർദുകൾ തിരിച്ചുപിടിച്ചു. ISISനെ നേരിടാൻ ഖത്തർ നിയുക്ത പ്രധാനമന്ത്രി ഹൈദർ അൽ അബാദി ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ തേടി. 11 മണിക്കൂറിലേറെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കരുതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. ഓരോ 5 മണിക്കൂറിലും വിശ്രമം അനുവദിക്കണമെന്നും നിർദ്ദേശം. 3 പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പൗരത്വം കുവൈത്ത് പിൻവലിക്കുമെന്ന് റിപ്പോർട്ട്. നടപടി രാഷ്ട്രീയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ. തീവ്രവാദ ബന്ധം ആരോപിച്ച് 3 കുവൈത്ത് പൗരന്മാരെ ഐക്യരാഷ്ട്രസഭ കരിമ്പട്ടികയിൽപ്പെടുത്തി. വർഗീയതയെ എതിർക്കാൻ കഴിയാതെ പോയതാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായതെന്ന് AK ആന്റണി കമ്മിറ്റി. കോൺഗ്രസ് നിലപാടുകൾ ന്യൂനപക്ഷ പ്രീണനമാണെന്ന തെറ്റിദ്ധാരണ ഉയർത്തി. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഹിന്ദുത്വത്തിന്റെ തള്ളിക്കയറ്റത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ലെന്ന് വയലാർ രവി. വിശദമായ വാർത്തകളിലേക്ക്. ISISനെ നേരിടാൻ സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നിയുക്ത ഇറാഖ് പ്രധാനമന്ത്രി ഹൈദർ അൽ അബാദി തേടി. അറബ് ലീഗും OICയും അബാദിക്ക് പിന്തുണ അറിയിച്ച സാഹചര്യത്തിൽ സുന്നി വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ആർജിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അബാദി സർക്കാർ. നൂരി അൽ മാലിക്കിയുടെ പിൻഗാമിയായി ഹൈദർ അൽ അബാദി ഇറാഖ് പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത് താൽപര്യപൂർവ്വം ഉറ്റുനോക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. സുന്നി വിഭാഗം അവഗണിക്കപ്പെട്ടതാണ് ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിറവിക്കും സ്വാധീനത്തിനും കാരണമായതെന്നാണ് ഗൾഫിന്റെ പൊതു വിലയിരുത്തൽ. വടക്കൻ ഇറാഖിന്റെ വലിയൊരു ഭാഗം ഇസ്ലാമിക് സ്റ്റേറ്റ് നിയന്ത്രണത്തിലാവുകയും രാജ്യത്തെ വംശീയ വിഭാഗങ്ങൾക്കിടയിലെ സംഘർഷം വ്യാപിക്കുകയും ചെയ്തതോടെ അയൽ രാജ്യങ്ങളും കടുത്ത ആശങ്കയിലായിരുന്നു. സൗദി അറേബ്യയും കുവൈത്തും അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇറാഖിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് UN ഏജൻസികളും റെഡ് ക്രസന്റും മുഖേന വിപുലമായ തോതിൽ സഹായമെത്തിക്കാനും ഗൾഫ് രാജ്യങ്ങൾ മുന്നിലുണ്ട്. ഒപ്പം ബാഗ്ദാദിലെയും മറ്റും സുന്നി ഗോത്രവിഭാഗങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ രംഗത്തു വരുന്നതും ഗൾഫ് രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കുർദ് വിഭാഗങ്ങൾക്ക് പരമാവധി ആയുധങ്ങൾ നൽകി ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ അവരെ സർവ്വസജ്ജരാക്കുക എന്നതാണ് അമേരിക്കയുടെയും വൻശക്തി രാജ്യങ്ങളുടെയും പദ്ധതി. ഇർബിലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ചെറിയ തോതിലെങ്കിലും സൈനിക വിജയം നേടാൻ കുർദ് സൈന്യത്തിന് സാധിച്ചു എന്നതാണ് US വിലയിരുത്തൽ. അമേരിക്ക തുടരുന്ന വ്യോമാക്രമണം കുർദ് സൈന്യത്തിന് മേൽക്കൈ നൽകുന്നുണ്ട്. യസീദ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സൈനിക പരിശീലനം നൽകുന്ന ചുമതലയും കുർദുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ അമർച്ച ചെയ്താൽ സ്വതന്ത്ര കുർദിസ്ഥാൻ രാഷ്ട്രം എളുപ്പമാകുമെന്ന പ്രതീക്ഷയാണ് അമേരിക്ക ഇവിടെയുള്ള നേതാക്കൾക്ക് നൽകുന്നത്. MCA നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്. ISIS സ്വാധീന മേഖലയിൽ വ്യോമാക്രമണം ശക്തം. ISIS പിടിച്ചെടുത്ത 3 പട്ടണങ്ങൾ അമേരിക്കയുടെ സഹായത്തോടെ കുർദുകൾ തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ISIS 700 പേരെ കൊലപ്പെടുത്തിയതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് സൈന്യം ISIS കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം ശക്തമാക്കിയത്. അൽ-ഷെയ്തത്ത് ഗോത്രവിഭാഗം താമസിക്കുന്ന കിഴക്കൻ സിറിയയിലെ ദേറസോർ പ്രവിശ്യയിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ കിഴക്കൻ സിറിയയിൽ സിവിലിയന്മാരുൾപ്പെടെ 700 പേരെയാണ് ISIS കൊന്നുകളഞ്ഞത്. അൽ-ഷെയ്തത്ത് ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരെ പിടികൂടി മിക്കവരെയും ISIസുകാർ തലയറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതിൽ 100 പേർ മാത്രമാണ് ISIസുമായി പോരാട്ടത്തിലേർപ്പെട്ടിരുന്നതെന്നും സിറിയയിലെ ബഷാർ വിമതരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു. പ്രവിശ്യയിലെ 1800ഓളം വരുന്ന ഗോത്രവംശജരെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അതിനിടെ ഇറാഖിൽ ISIസുകാർ പിടിച്ചെടുത്ത മുസുൽ ഡാം കുർദുകൾ തിരിച്ചുപിടിച്ചു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെ സഹായത്തോടുകൂടിയായിരുന്നു കുർദുകൾ ഡാം തിരിച്ചുപിടിച്ചത്. അതേസമയം ഇറാഖിലെ അറബിലിൽ ക്രിസ്ത്യൻ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച ജർമ്മൻ വിദേശകാര്യമന്ത്രി ഫ്രാങ്ക് വാൾട്ടർ സ്റ്റീൻമീർ 20 മില്യൺ യൂറോയുടെ സഹായം വാഗ്ദാനം ചെയ്തു. Spent already €4.5 million for humanitarian aid, and the German cabinet has decided on Wednesday this week that we are spending another €20 million for humanitarian aid. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. വെടിനിർത്തൽ ചർച്ചകളിലെ നയതന്ത്ര നീക്കങ്ങളിൽ ഹമാസ് മേൽക്കൈ നേടുന്നത് തടയാൻ ഇസ്രായേൽ രംഗത്ത്. അന്താരാഷ്ട്ര തലത്തിൽ ഹമാസ് നടത്തുന്ന ശ്രമങ്ങൾ വിജയം കാണുന്നതിന്റെ സൂചനകളാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ നേരിട്ട പരാജയം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാമെന്ന് ഹമാസ് കരുതേണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുറന്നടിച്ചു. ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വൻതോതിൽ ഉയരുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് തിടുക്കത്തിൽ തട്ടിക്കൂട്ടുന്ന ഒത്തുതീർപ്പുകൾക്കൊടുവിലാണ് ഓരോ തവണയും ഇസ്രായേൽ പിന്മാറ്റം നടക്കുക. ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും ഫലസ്തീനെതിരായ ഉപരോധമടക്കമുള്ള നടപടികൾ തുടരാൻ ഇതിലൂടെ ഇസ്രായേലിന് കഴിയുമായിരുന്നു. എന്നാൽ ഇത്തവണ ഇസ്രായേലിന്റെ ഈ തന്ത്രത്തിന് ഫലസ്തീൻ വഴങ്ങിയില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ കനത്ത നഷ്ടം നേരിടുമ്പോഴും ഉപാധിരഹിതമായ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു.
ഗസയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുക, ഇസ്രായേൽ കൈയടക്കിയ സമുദ്രാതിർത്തി വിട്ടുകൊടുക്കുക, ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങുക തുടങ്ങിയ ഉപാധികളോടെ 10 വർഷത്തെ വെടിനിർത്തൽ നടപ്പാക്കണമെന്നതാണ് ഹമാസ് മുന്നോട്ട് വച്ച നിർദ്ദേശം. അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ച ഈ ഉപാധികൾ കെയ്റോ ചർച്ചകളിൽ പരിഗണിക്കപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ നയതന്ത്ര നീക്കങ്ങൾ തടയുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. אם החמאס חושב שבאמצעות המשך טפטוף הירי הוא יגרום לנו לעשות ויתורים, הוא טועה. כל עוד לא ישוב השקט, החמאס ימשיך לספוג מכות קשות מאוד. 5 ദിവസത്തെ വെടിനിർത്തൽ തിങ്കളാഴ്ച വൈകുന്നേരം അവസാനിക്കാനിരിക്കെയാണ് ആക്രമണ ഭീഷണിയുമായി നെതന്യാഹു തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കരയാക്രമണത്തിന് പിന്നാലെ നയതന്ത്ര നീക്കങ്ങളിലും ഇസ്രായേലിന് തിരിച്ചടി നേരിട്ടത് നെതന്യാഹുവിനെതിരെ വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. നെതന്യാഹു രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഒരു ദിവസം 11 മണിക്കൂറിലേറെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. ഓരോ 5 മണിക്കൂറിന് ശേഷവും തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കണമെന്നും മന്ത്രാലയം തൊഴിൽ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം ചില മേഖലകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിലാളികളുടെ ജോലി സമയത്തിൽ പരിധി നിർണയിച്ചും വിശ്രമം നിർദ്ദേശിച്ചും നിരവധി നിർദ്ദേശങ്ങളാണ് സൗദി തൊഴിൽ മന്ത്രാലയം സ്ഥാപനങ്ങൾക്ക് നൽകിയത്. ഒരു ദിവസത്തെ പരമാവധി ജോലി സമയം 11 മണിക്കൂറായി നിശ്ചയിച്ചതാണ് അതിൽ പ്രധാനം. വളരെ ക്ലേശകരവും അപകടകരവുമായ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ പ്രവൃത്തി സമയം 7 മണിക്കൂറായി കുറച്ചു കൊടുക്കണമെന്ന് മന്ത്രാലയം തൊഴിലുടമകളോട് നിർദ്ദേശിച്ചു. ഹോട്ടൽ, ലോഡ്ജ്, ഹോസ്പിറ്റൽ, പെട്രോൾ സ്റ്റേഷൻ തുടങ്ങി തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരാത്ത സ്ഥാപനങ്ങൾ തങ്ങളുടെ തൊഴിലാളികൾക്ക് നിർബന്ധ പ്രവൃത്തി സമയത്തിന് പുറമെ പരമാവധി 9 മണിക്കൂർ വരെ മാത്രമേ ഓവർടൈം നൽകാൻ പാടുള്ളൂ. റമദാൻ മാസത്തിൽ മുസ്ലിം ജീവനക്കാരുടെ പരമാവധി ജോലി സമയം 6 മണിക്കൂറാവണം. രാത്രിയിലെ എമർജൻസി ജോലികൾ, ആരോഗ്യമേഖല, മെയിൻ്റനൻസ് വർക്കുകൾ 24 മണിക്കൂറും പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് 2000 മുതൽ 5000 റിയാൽ വരെ പിഴ ഈടാക്കും. മീഡിയ 1, റിയാദ്. 3 പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പൗരത്വം പിൻവലിക്കാൻ കുവൈത്ത് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ഉന്നത സുരക്ഷാ വിഭാഗം സർക്കാരിന് ശുപാർശ നൽകിയതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അടുത്തിടെ രാജ്യത്തുണ്ടായ രാഷ്ട്രീയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ ഐക്യം തകർക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുകയും ഭരണവിരുദ്ധ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത 3 പേരുടെ പൗരത്വം റദ്ദു ചെയ്യണമെന്ന ശുപാർശയാണ് സുരക്ഷാ വിഭാഗം സർക്കാരിന് സമർപ്പിച്ചത്. അടുത്തിടെ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നേരിട്ട് ബന്ധപ്പെടുകയും ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ വഴി രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു എന്നാരോപിച്ചാണ് 3 പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ പൗരത്വം റദ്ദാക്കാൻ ശുപാർശ നൽകിയതെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ സംഭാഷണങ്ങൾ, പ്രസ്താവനകൾ, സോഷ്യൽ മീഡിയ വഴി നടത്തിയ ട്വീറ്റുകൾ തുടങ്ങിയവ നിരീക്ഷണ വിധേയമാക്കിയതിനു ശേഷമാണ് ഇത്തരമൊരു നടപടിക്ക് സുരക്ഷാ വിഭാഗം നിയമോപദേശം നൽകിയത്. 3 പേരെക്കുറിച്ചും അവരുടെ നീക്കങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയതായും വാർത്തയിൽ പറയുന്നു. എന്നാൽ 3 നേതാക്കൾ ആരാണെന്ന കാര്യം സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് അനുകൂല സമീപനം സ്വീകരിച്ചുവെന്ന കാരണത്താൽ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ നബീൽ അലവാദി ഉൾപ്പെടെയുള്ളവരുടെ പൗരത്വം റദ്ദാക്കിയ നടപടി ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ പേരുടെ പൗരത്വം പിൻവലിക്കാനുള്ള നീക്കം നടക്കുന്നത്. മുൻ പാർലമെന്റ് അംഗം അബ്ദുള്ള അൽബർഗാഷ്, സ്വകാര്യ ചാനൽ ഉടമ അഹമ്മദ് ജാബിർ അൽഷമ്മരി തുടങ്ങിയവരുടെ പൗരത്വവും ആഴ്ചകൾക്ക് മുമ്പ് കുവൈറ്റ് ഗവൺമെന്റ് റദ്ദു ചെയ്തിരുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. തീവ്രവാദ ബന്ധം ആരോപിച്ച് 3 കുവൈത്ത് പൗരന്മാരെ ഐക്യരാഷ്ട്രസഭ കരിമ്പട്ടികയിൽപ്പെടുത്തി. ISIS, അൽ-നുസ്ര എന്നീ സംഘങ്ങളെ സഹായിച്ചതിന്റെ പേരിലാണ് നടപടി. കുവൈത്ത് പൗരന്മാർക്ക് പുറമെ 2 സൗദികളും 1 ഇറാഖുകാരനും അൾജീരിയക്കാരനും കരിമ്പട്ടികയിലുണ്ട്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയാണ് ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. കുവൈത്ത് സ്വദേശികളായ ഹാമിദ് അൽ അലി, ഹജ്ജാജ് ഫഹദ് അൽ അജ്മി എന്നിവർക്ക് പുറമെ സൗദി അറേബ്യക്കാരായ അബ്ദുറഹ്മാൻ മുഹമ്മദ് സാഫിർ അൽ ജഹാനി, അബ്ദുൽ മുഹസിൻ അബ്ദുള്ള അൽ ഷരീഫ്, ഇറാഖുകാരനായ അബു മുഹമ്മദ് അൽ അദ്നാനി, അൾജീരിയക്കാരൻ സെയ്ദ് ആരിഫ് എന്നിവരാണ് കരിമ്പട്ടികയിൽ ഉള്ളത്. പ്രമുഖ ഓൺലൈൻ ആക്ടിവിസ്റ്റായ ഹജ്ജാജ് അൽ അജ്മി ട്വിറ്ററിലൂടെ അൽ നുസ്രക്ക് ഫണ്ട് ശേഖരിക്കാൻ പ്രചാരണം നടത്തുന്നതായാണ് ആരോപണം. അൽ നുസ്രക്ക് പണം കൈമാറാൻ ഇടയ്ക്കിടെ സിറിയയിലേക്ക് യാത്ര നടത്തുന്ന അൽ അജ്മി സംഘത്തിന്റെ നേതൃസ്ഥാനങ്ങളിൽ നിരവധി കുവൈത്തികളെ എത്തിച്ചിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്നതായി ആരോപിച്ച് അടുത്തിടെ അമേരിക്ക 3 കുവൈത്തികൾക്ക് വിലക്കേർപ്പെടുത്തിയതിലും ഹജ്ജാജ് അൽ അജ്മി ഉൾപ്പെട്ടിരുന്നു. അൽ നുസ്രക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുകയും ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു എന്ന കുറ്റം തന്നെയാണ് ഹാമിദ് അൽ അലിക്കെതിരെയും ഐക്യരാഷ്ട്രസഭ ഉന്നയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് UN രക്ഷാസമിതി പ്രമേയം പാസാക്കിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ബഹ്റൈൻ സ്വദേശികൾക്ക് പൗരത്വം നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് ഖത്തർ പിന്മാറുമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന GCC വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായതാണ് സൂചന.
ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ശക്തമായ ബന്ധത്തിനും സൗഹൃദത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന നയവുമായി മുന്നോട്ടു പോവുകയില്ലെന്ന് ഖത്തർ അറിയിച്ചു. GCC രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഖത്തർ പൗരത്വം നൽകുകയില്ലെന്ന് യോഗത്തെ അറിയിച്ചതായാണ് സൂചന. സൗദി, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഖത്തർ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അംബാസിഡർ TP സീതാറാം UAE ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ സെയ്ഫ് അബ്ദുള്ള അൽ ഷഫറുമായി കൂടിക്കാഴ്ച നടത്തി. അബുദാബി ആഭ്യന്തര മന്ത്രാലയ ആസ്ഥാനത്ത് വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും സുരക്ഷാ മേഖലയിൽ സാധ്യമായ സഹകരണവും പിന്തുണയും ഉറപ്പു നൽകി. UAE അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് തലവൻ ലഫ്റ്റനന്റ് കേണൽ അഹമ്മദ് സയ്യിദ് അൽ മസ്റൂയി, ലഫ്റ്റനന്റ് കേണൽ ഖാലിദ് അലി അൽ സുവൈദി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വിദേശ നിക്ഷേപകർക്ക് സൗദിയിൽ കമ്പനി ആരംഭിക്കാനുള്ള നിയമത്തിൽ സൗദി ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഭേദഗതി വരുത്തി. ഈ വർഷം മാർച്ചിൽ സാഗി അംഗീകരിച്ച നിയമാവലിയിലെ 8ാം അനുച്ഛേദത്തിലെ 3ാം ഖണ്ഡിക എടുത്തുകളഞ്ഞാണ് ഭേദഗതി നടപ്പാക്കുക. ഏപ്രിൽ മുതൽ രാജ്യത്ത് നടപ്പാക്കിയ സ്വകാര്യ മുതൽ മുടക്ക് നിയമത്തിൽ സ്വദേശികൾക്കും വിദേശികൾക്കുമിടയിൽ ഏതാനും മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പെട്രോൾ ഖനനം, ആയുധ നിർമ്മാണം, ആയുധ വിപണനം, മക്ക മദീന പുണ്യനഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് എന്നിവ വിദേശ മുതൽ മുടക്കുകാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലകളാണ്. നിലവിലുള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന പുതിയ കമ്പനികൾക്ക് മാത്രമേ അംഗീകാരം നൽകൂവെന്ന് നിയമാവലിയിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ ഈ ഖണ്ഡിക നിയമാവലിയിൽ തുടരുന്നത് പുതിയ വിദേശ മുതൽ മുടക്കുകാരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുമെന്ന് സാഗിയെ വിലയിരുത്തിയതായി നിയമാവലി പരിഷ്കരണ വിഭാഗം മേധാവി ആയിദ ലൊത്തൈബി പറഞ്ഞു. വിദേശ മുതൽ മുടക്കുകാരെ ആകർഷിക്കാൻ നിയമാവലി കൂടുതൽ മയപ്പെടുത്തേണ്ടതുണ്ടെന്നും വിദേശ കമ്പനികളെ ആകർഷിക്കുന്ന ആനുകൂല്യങ്ങളും ലളിത നടപടികളും അനുവദിക്കേണ്ടതുണ്ടെന്നും സാജിയ ബോർഡ് അഭിപ്രായപ്പെട്ടു. നിയമം ലളിതമാക്കുന്നതിലൂടെ കൂടുതൽ വിദേശ മുതൽ മുടക്കുകാരെ സൗദിയിലേക്ക് ആകർഷിക്കാനാവുമെന്നാണ് സാജിയ പ്രതീക്ഷിക്കുന്നത്. പെട്രോൾ റിഫൈനറി, പെട്രോ കെമിക്കൽ, മിനറൽ, രാസവളം, വൈദ്യുതി, ജലവിതരണം, ആരോഗ്യം, ഗതാഗതം, വിവരസാങ്കേതിക വിദ്യ, ടെലികമ്മ്യൂണിക്കേഷൻ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലാണ് സൗദിയിൽ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപമുള്ളത്. മീഡിയ 1 റിയാദ്. ഖത്തറിൽ എബോള വൈറസ് ബാധയുണ്ടാകാൻ സാധ്യത കുറവാണെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ മുഹമ്മദ് ബിൻ ഹമദ് ബിൻ ജാസിം അൽധാനി പറഞ്ഞു. സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്ത് എബോള രോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എബോള ബാധിത രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കിയും രോഗബാധയ്ക്കെതിരായ ശക്തമായ മുൻകരുതലെടുത്തുമാണ് ഖത്തർ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് മീഡിയസ് തുടരുന്നു. കുവൈത്തിൽ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം. നിലവിൽ രാജ്യത്ത് 250 എയ്ഡ്സ് ബാധിതരാണുള്ളത്. ഇതിൽ ഭൂരിപക്ഷവും യുവാക്കളാണ്. ആരോഗ്യ മന്ത്രാലയത്തിലെ ആന്തരിക പകർച്ചവ്യാധി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ഗാനിം അൽ ഹജീലാനാണ് പ്രാദേശിക പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വഴിവിട്ട ലൈംഗിക ബന്ധവും മയക്കുമരുന്ന് ഉപയോഗവുമാണ് രാജ്യത്ത് HIV ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം. രോഗബാധയുള്ളവരുമൊത്തുള്ള ലൈംഗിക ബന്ധവും ഒരുമിച്ചിരുന്നുള്ള മയക്കുമരുന്ന് ഉപയോഗവും യുവാക്കളിൽ എയ്ഡ്സ് അതിവേഗം പടരുന്നതിന് ഇടയാക്കുന്നു. രാജ്യത്ത് നിലവിൽ ചികിത്സ തേടിയെത്തിയ 250 രോഗികളിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്നത് ഗൗരവത്തിലെടുക്കണമെന്ന് ഡോക്ടർ ഗാനിം അൽ ഹജീലാൻ പറഞ്ഞു. ഓരോ മാസവും 1-2 സ്വദേശികളെങ്കിലും HIV ബാധിച്ച് പുതുതായി ആശുപത്രിയിലെത്തുന്നുണ്ട്. രോഗികൾ സ്വദേശികളാണെങ്കിൽ പകർച്ചവ്യാധികൾക്കായുള്ള പ്രത്യേക ആശുപത്രിയിൽ പരിചരിക്കുകയും വിദേശികളെങ്കിൽ ഉടൻ നാട്ടിലേക്ക് തിരിച്ചയക്കുകയുമാണ് നിലവിൽ ചെയ്തുവരുന്നത്. പരിശോധന വഴി ഒരാളിൽ വൈറസ് ബാധ കണ്ടെത്തിയാൽ അയാളെ പ്രത്യേക ആശുപത്രിയിലേക്ക് മാറ്റുകയും കുടുംബക്കാർക്ക് വിവരം നൽകുകയും ചെയ്യുക എന്നതാണ് രീതി. രോഗത്തിന്റെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഭർത്താവിൽ രോഗം കണ്ടെത്തിയാൽ ഭാര്യയെയും, ഭാര്യയിൽ വൈറസ് കണ്ടെത്തിയാൽ ഭർത്താവിനെയും വിവരമറിയിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭീതി വിതച്ച എബോള വൈറസിനെതിരെ ആരോഗ്യ മന്ത്രാലയം ശക്തമായ മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ടെന്നും ഹജ്ജിന് പോകുന്നവർ പ്രത്യേക പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. 180ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ദുബൈക്ക് കഴിഞ്ഞ ദിവസം ഒരു ജർമ്മൻ പൗരനെ തിരിച്ചയക്കേണ്ടി വന്നു. കരിമ്പട്ടികയിലെ പേരോ കുറ്റകൃത്യങ്ങളിലെ പങ്കാളിത്തമോ അല്ല ഇയാൾക്ക് വിനയായത്. പേര് റോൾഫ് ബക്കോൾസ്, രാജ്യം ജർമ്മനി. വിനോദം ശരീരം മുഴുവൻ തുളച്ച് ആഭരണമണിയുക. തീർന്നില്ല, ശരീരത്തിൽ 450 തുളയുണ്ടാക്കി ആഭരണങ്ങൾ ധരിച്ച ഇദ്ദേഹം ഇതിൽ ഗിന്നസ് റെക്കോർഡുകാരനുമാണ്. ഇങ്ങനെ വിശേഷണങ്ങൾ ധാരാളമാണ് റോൾഫിന്. കണ്ടാൽ ആരുമൊന്ന് ഞെട്ടുമെങ്കിലും അതല്ല ദുബൈയിൽ നിന്ന് തിരിച്ചയക്കാൻ കാരണമെന്ന് അധികൃതർ. ചെകുത്താൻ സംഘടനയുടെ നേതാവാണെന്ന പ്രചാരണമാണോ എന്ന ചോദ്യത്തിന് അതല്ലെന്ന് പോലീസിന്റെ പ്രതികരണം. പിന്നെന്താണെന്ന് ചോദിക്കരുത്. ഈ വിചിത്ര ഹോബികളുമായി ലോകമൊട്ടുക്കും സഞ്ചരിക്കുന്ന ഇയാൾ ദുബൈയിലെ ഒരു നൈറ്റ് ക്ലബ്ബ് ചടങ്ങിൽ പങ്കെടുക്കുവാനായിരുന്നു UAEയിലെത്തിയത്. പക്ഷേ ഇസ്താംബൂളിൽ നിന്നുമെത്തിയ റോൾഫിനെ അവിടേക്കുള്ള വിമാനത്തിൽ തന്നെ തിരിച്ചയക്കുകയായിരുന്നു. പ്രേത സിനിമകളിലും മറ്റും സ്ഥിരം സാന്നിധ്യം കൂടിയാണ് ഈ